ഹരേ കൃഷ്ണ. ഇന്ന് 6 ഗോസ്വാമിമാരിൽ ഒരാളായ ശ്രീല ഗോപാൽ ഭട്ട് ഗോസ്വാമിയുടെ തിരോഭാവ ദിവസമാണ്. അദ്ദേഹം 1503 ദക്ഷിണേന്ത്യയിലെ ശ്രീരംഗം എന്ന സ്ഥലത്താണ് അവതരിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവായ ശ്രീ വെങ്കട് ഭട്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ വലിയ ഭക്തനായിരുന്നു. 1511 ചൈതന്യ മഹാപ്രഭു ശ്രീരംഗം സന്ദർശിച്ച സമയത്ത് ചാതുർമാസ്യ കാലമായിരുന്നു. അപ്പോൾ അദ്ദേഹം വെങ്കടഭട്ടയുടെ വസതിയിൽ 4 മാസം താമസിച്ചു. ആ സമയത്ത് ചെറിയ കുട്ടിയായിരുന്ന ശ്രീല ഗോപാൽ ഭട്ട് ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെ വാത്സല്യത്തോടെ മടിയിലിരുത്തുകയും പ്രസാദത്തിൻ്റെ അവശിഷ്ടങ്ങൾ നൽകുകയും ചെയ്തു. അതിലൂടെ ഭാവിയിൽ മഹാനായ ആചാര്യനാകാനുള്ള അനുഗ്രഹം ചൈതന്യ മഹാപ്രഭു ഗോപാൽ ഭട്ട് ഗോസ്വാമിക്ക് നൽകി. കാലക്രമേണ അദ്ദേഹം സംസ്കൃതത്തിൽ പണ്ഡിതം നേടി. അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരനായ ശ്രീ പ്രബോധാനന്ദ സരസ്വതിയിൽ നിന്നും ഭക്തിശാസ്ത്രങ്ങൾ പഠിച്ചു. ശ്രീ ചൈതന്യ മഹാപ്രഭു നിർദ്ദേശിച്ചതനുസരിച്ച് മാതാപിതാക്കളുടെ സേവനമനുഷ്ഠിക്കുകയും ഭഗവാന്റെ നാമജപത്തിൽ ഏർപ്പെടുകയും ചെയ്തു. മാതാപിതാക്കൾ ഈ ലോകം വിട്ടതിനു ശേഷം 30-ാം വയസ്സിൽ ശ്രീല ഗോപാൽ ഭട്ട് ഗോസ്വാമി വൃന്ദാവനത്തിലേക്ക് പോയി. അവിടെ ശ്രീല രൂപ ഗോസ്വാമിയുടെയും ശ്രീല സനാതൻ ഗോസ്വാമിയുടെയും കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ നാമം പ്രചരിപ്പിച്ചു. ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തു നിന്നും തിരോഭവിച്ചതിനു ശേഷം ശ്രീല ഗോപാൽ ഭട്ട് ഗോസ്വാമിക്ക് ഭഗവാനിൽ നിന്നും അത്യന്തം വിരഹം അനുഭവപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഈ വിഷമാവസ്ഥയിൽ നിന്നും ആശ്വാസം നൽകാനായി ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ദർശനത്തിനായി നേപ്പാളിലേക്ക് യാത്ര തിരിക്കാൻ ഗോപാൽ ഭട്ട് ഗോസ്വാമിയോട് നിർദ്ദേശിച്ചു. അതുപ്രകാരം അദ്ദേഹം നേപ്പാളിലേക്ക് യാത്ര തിരിച്ചു. ഒരിക്കൽ അവിടെ കാളിഗണ്ഡകി നദിയിൽ സ്നാനം ചെയ്തതിനു ശേഷം ജലകുംഭത്തിൽ വെള്ളം നിറയ്ക്കാനായി നദിയിലേക്ക് മുക്കിയ സമയത്ത് നിരവധി സാളിഗ്രാമ ശിലകൾ ജലകുംഭത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം അവയെ തിരിച്ച് നദിയിൽ തന്നെ നിക്ഷേപിച്ച് വീണ്ടും ജലമെടുക്കാനായി ശ്രമിച്ചു. പക്ഷെ അപ്പോഴും 12 സാളിഗ്രാമ ശിലകൾ ജലകുംഭത്തിൽ കണ്ടു. മൂന്നാമതും അപ്രകാരം സംഭവിച്ചപ്പോൾ അത് ഭഗവാന്റെ കാരുണ്യമാണെന്ന് കരുതി അദ്ദേഹം ആ സാളിഗ്രാമ ശിലകളെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയി ആരാധിക്കാൻ തുടങ്ങി. യാത്ര ചെയ്യുന്ന സമയത്തും ആ ശിലകളെ ഒരു തുണിയിൽ ആവരണം ചെയ്ത് അദ്ദേഹത്തോടൊപ്പം കൊണ്ടുപോകുമായിരുന്നു. ഒരിക്കൽ ധനികനായ ഒരു ഭക്തൻ വൃന്ദാവനം സന്ദർശിച്ച സമയത്ത് വിശിഷ്ടമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ശ്രീല ഗോപാൽ ഭട്ട് ഗോസ്വാമിക്ക് നൽകി. എന്നാൽ വൃത്താകൃതിയിലുള്ള സാളിഗ്രാമ ശിലകൾക്ക് അവ ഉപയോഗപ്രദമായില്ല. അതിനാൽ വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റേതെങ്കിലും വിഗ്രഹത്തിനായി നൽകാൻ ധനികനോട് അദ്ദേഹം നിർദ്ദേശിച്ചു. പക്ഷേ ധനികൻ അവയെ തിരികെ വാങ്ങിയില്ല. അങ്ങനെ ആ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഗോപാൽ ഭട്ട് ഗോസ്വാമിയെ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ ഇരിക്കെ നരസിംഹ ചതുർദശി ദിനത്തിൽ അദ്ദേഹം നരസിംഹ അവതാരത്തെക്കുറിച്ച് സ്മരിച്ചപ്പോൾ അദ്ദേഹം ഭഗവാനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഭഗവാനെ, അങ്ങ് ഭക്തരോട് വളരെയധികം കാരുണ്യമുള്ളവനാണ്. അടിയന് കൈകളും കാലുകളുമുള്ള അങ്ങയുടെ രൂപത്തിൽ അങ്ങയുടെ പാതാരവിന്ദത്തെ സേവിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഈ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ അണിയിച്ച് അങ്ങയെ സേവിക്കാമായിരുന്നു. ഇപ്രകാരം പ്രാർത്ഥിച്ച അദ്ദേഹം ആ രാത്രി വിശ്രമിച്ചു. അടുത്ത ദിവസം പുലർച്ചെ യമുനാ നദിയിൽ സ്നാനം ചെയ്തതിനു ശേഷം പൂജയ്ക്കായി സാളിഗ്രാമ ശിലകളെ അനാവരണം ചെയ്തപ്പോൾ അതിൽ ഒരു ശില അതിസുന്ദരനായ രാധാരമൺ വിഗ്രഹമായി മാറി. ഈ കാഴ്ച കണ്ട് അദ്ദേഹം പരമാനന്ദത്താൽ തുള്ളിച്ചാടാൻ തുടങ്ങി. അതിനുശേഷം വൃന്ദാവനത്തിൽ രാധാരമണ ക്ഷേത്രം സ്ഥാപിച്ചു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീല ഗോപാൽ ഭട്ട് ഗോസ്വാമി ഹരിഭക്തി വിലാസ് എന്ന ഗ്രന്ഥം രചിക്കാനായി സനാതൻ ഗോസ്വാമിയെ സഹായിച്ചു. ഗൗഡീയ വൈഷ്ണവ ആചാരങ്ങളും ഭക്തി സമ്പ്രദായങ്ങളും വിശദീകരിക്കുന്ന ഗ്രന്ഥമാണിത്. അദ്ദേഹം ഷഡ് സന്ദർഭ എന്ന ഗ്രന്ഥത്തിന് മുഖവുര എഴുതി. സത്ക്രിയ സാരദീപിക എന്ന ഗ്രന്ഥം സമാഹരിച്ചു. കൃഷ്ണകർണാമൃത എന്ന ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനം എഴുതി. ഗൗരഗണോദ്ദേശ ദീപിക എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു: ശ്രീല ഗോപാൽ ഭട്ട് ഗോസ്വാമി ഭഗവാൻ കൃഷ്ണന്റെ ലീലയിൽ മഞ്ജരിയുടെ അവതാരമാണ്. അദ്ദേഹം 45 വർഷം വൃന്ദാവനത്തിൽ വസിച്ചു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായ ചൈതന്യ ചരിതാമൃത എഴുതിക്കൊണ്ടിരുന്ന ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയോട് അദ്ദേഹം തൻ്റെ പേര് അതിൽ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. 1578 അദ്ദേഹം ഈ ലോകം വിട്ട് ഭഗവാന്റെ ലോകത്തേക്ക് പ്രവേശിച്ചു. ശ്രീല ഗോപാൽ ഭട്ട് ഗോസ്വാമിയുടെ ജീവിതത്തിൽ നിന്നും നാം പഠിക്കേണ്ട കാര്യം ഇതാണ്:
ഇന്നത്തെ കാലത്ത് അഹങ്കാരം, അത്യാഗ്രഹം, പദവി, പ്രശസ്തി, അംഗീകാരം എന്നിവയാൽ ആളുകൾ മലിനരാകുന്നു. അങ്ങനെ അവർക്ക് ഭഗവാൻ, ഗുരു, വൈഷ്ണവർ എന്നിവരോടുള്ള സേവന മനോഭാവം ഇല്ലാതാകുന്നു. എന്നാൽ ചൈതന്യ ചരിതാമൃതം ഏറ്റവും വലിയ സാഹിത്യമാകുമെന്ന് അറിഞ്ഞിട്ടും ശ്രീല ഗോപാൽ ഭട്ട ഗോസ്വാമി അദ്ദേഹത്തെക്കുറിച്ച് അതിൽ പ്രതിപാദിക്കണ്ട എന്ന് ശ്രീ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അത്രയ്ക്ക് എളിമയുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിനാൽ അഹങ്കാരം, അത്യാഗ്രഹം, അംഗീകാരം എന്നിവയാകുന്ന രോഗത്തിൽ നിന്നും മുക്തി നേടാനായി നമുക്ക് ഇന്നത്തെ ദിവസം ശ്രീല ഗോപാൽ ഭട്ട ഗോസ്വാമിയോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.